എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കർണാടകയിൽ ഹാസൻ ജില്ലയിലെ സക്ലേഷ്പൂർ എന്ന സ്ഥലത്തേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 8-9 പേരുണ്ട്. ബാംഗ്ലൂരിൽ പല സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നെലമംഗല എന്ന സ്ഥലത്താണ് മീറ്റിംഗ് പോയിൻ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആകുന്നേ ഉള്ളൂ. അത് നമുക്ക് നെലമംഗല ടൗണിൽ എല്ലാവരും കൂടി മീറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെലമംഗലയിൽ ടച്ച് ചെയ്ത് പിന്നെ മാംഗ്ലൂർ ഹൈവേ വഴി ഹസൻഗുഡി സക്ലേഷ്പൂർ എത്താനാണ്. ബാംഗ്ലൂരിൽ നിന്നായാലും ബാക്കി സ്റ്റേറ്റ്സിൽ നിന്നായാലും കർണാടകയിലെ എല്ലാ വശത്തേക്കും പോകുന്നത് ഈ റൂട്ട് ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ട്രാഫിക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാഗസാണ്ട്ര എന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഐക്യയാണ്. ഐക്യ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. റെഡി ടു അസംബിൾ ഫർണിച്ചേഴ്സ്, ടെക്സ്റ്റൈൽസ്, ലൈറ്റിംഗ്, ഹോം ഡെക്കോർ എന്നുവേണ്ട എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട്. ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ളത് അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോയി സ്പെൻഡ് ചെയ്യാം. ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാനുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ സക്ലേഷ്പൂർ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ആദ്യത്തെ ദിവസം ബേട്ട ഭൈരവേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ മഞ്ചരാബാദ് ഫോർട്ട്. രണ്ടാമത്തെ ദിവസം നമ്മൾ ദേവരമനെ വ്യൂ പോയിൻ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ വന്നിട്ട് സമയമുണ്ടെങ്കിൽ പട്ലാബേട്ട പോകണം. അതിനുശേഷം ബിസ്ലെ ഫോറസ്റ്റ് വഴി തിരിച്ച് റിസോർട്ട്. മൂന്നാമത്തെ ദിവസം റിട്ടേൺ. നമ്മുടെ മീറ്റിംഗ് പോയിൻ്റ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി എല്ലാവരും മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൈഡ് ചെയ്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് സക്ലേഷ്പൂർ റിസോർട്ടിലെത്താമെന്നാണ് പ്ലാൻ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ പേര് സംഗള റിസോർട്ട് എന്നാണ്. എത്തിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞതിനും നമ്മൾ ഒത്തിരി വൈകി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പോരുന്ന വഴി ഒരാളുടെ ബൈക്ക് പഞ്ചറായി. അപ്പോൾ അതെല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ ടു മാംഗ്ലൂർ NH-75 ഹൈവേ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വഴി അവസാനമായിട്ട് യാത്ര ചെയ്തത് ബാംഗ്ലൂർ മുതൽ മാംഗ്ലൂർ വരെയുള്ളൊരു യാത്രയിലാണ്. അത് കാറിലായിരുന്നു. ബൈക്കിൽ ആദ്യമായിട്ടാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. സക്ലേഷ്പൂരിലുള്ള റോഡ് അത്യാവശ്യം നല്ല ഹൈവേ തന്നെയാണ്. ചില സ്ഥലത്തെ അറ്റകുറ്റപ്പണികൾ ഒഴിച്ചാൽ ബാക്കി ഫുള്ള് നമ്മൾ ഏകദേശം 75% ഹൈവേ തന്നെയാണ് സഞ്ചരിക്കുന്നത്. സക്ലേഷ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലം കൂടിയാണ്. മഞ്ചരാബാദ് ഫോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ കണക്കാക്കാം. ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചൊരു കോട്ടയാണ്. പിന്നെ കാലാവസ്ഥ കേരളത്തിലെ ഹിൽ സ്റ്റേഷൻ പോലെ തന്നെ മിക്കവാറും സമയങ്ങളിൽ മഴ കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെ തണുത്ത കാലാവസ്ഥയാണ്. നമ്മൾ മൂന്നാറൊക്കെ പോലെ അത്രയ്ക്ക് ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമല്ല സക്ലേഷ്പൂർ. മൂന്നാർ ഏകദേശം 1530 അടി ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സക്ലേഷ്പൂർ 950 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അത്രയും കോടമഞ്ഞും തണുപ്പും നമുക്കിവിടെ പ്രതീക്ഷിക്കാനും കഴിയില്ല. നമ്മുടെ മുന്നിലുള്ള കുറച്ച് പേര് അത്യാവശ്യം നല്ല സ്പീഡിൽ കുറച്ച് ദൂരം കവർ ചെയ്ത് കാരണം ഇനി ടോൾ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പുറകിലുള്ളവർ കുറച്ച് പയ്യാണ് വരുന്നത്. 80 to 100-ലാണ്. നമ്മൾ നല്ല സ്പീഡ് കയറ്റി കുറച്ച് ദൂരം. എന്നാൽ നമ്മുടെ ഫുൾ ടീം വീണ്ടും ജോയിൻ ചെയ്തു. ഇനി നമ്മളൊരു ടീ ബ്രേക്കും കുറച്ച് കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മുടെ ടീമിൽ ഫുള്ളുള്ളത് 10 ബൈക്കുകളാണ്. അതിലെൻ്റേത് കൂടാതെ മറ്റൊരു അഡ്വഞ്ചർ 390, പിന്നെ എക്സ്പൾസ്, CB350, ഡൊമിനാർ, പുതിയ ഹിമാലയൻ, പൾസർ, അവഞ്ചർ തുടങ്ങിയ വണ്ടികളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. എൻ്റെ ഫ്യൂവൽ ലെവൽ അത്ര ലോ അല്ലായിരുന്നെങ്കിലും എല്ലാവരും കയറിയപ്പോൾ ഞാനും കയറി പെട്രോൾ ഫുൾ ടാങ്ക് ആക്കി. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്.
ഈ ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലും വളരെ പെട്ടെന്നാണ് എല്ലാവരുമായിട്ട് സൗഹൃദത്തിലായത്. ഒരു യാത്ര പോകുമ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, നമുക്ക് പുതിയ സൗഹൃദങ്ങളും പുതിയ അനുഭവങ്ങളും എല്ലാം കിട്ടും. വൺ ഓഫ് ദ റീസൺസ് ടു കീപ് ട്രാവലിംഗ്. വീണ്ടും നമ്മളൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഈ പ്രാവശ്യം ചായയല്ല, കരിമ്പിൻ ജ്യൂസാണ്. ഹൈവേയിൽ നിന്നും തിരിഞ്ഞ് നമ്മൾ സക്ലേഷ്പൂർ റൂട്ടിലേക്ക് കയറി. ഇവിടെ നമുക്ക് അധിക ദൂരം യാത്രയില്ല നമ്മുടെ റിസോർട്ടിലേക്ക്. ഈ റൂട്ടിൽ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഇത്രയും ദൂരം NH-ലൂടെ മാത്രം സഞ്ചരിച്ച് ഏകദേശം ഡ്രൈ ആയിരിക്കുന്ന ഭൂപ്രകൃതി മാത്രം കണ്ട് പെട്ടെന്നൊരു പച്ചപ്പിലേക്ക് വരുമ്പോൾ കണ്ണിന് വല്ലാത്തൊരു കുളിർമയാണ്. അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു ഫീൽ എന്ന് പറയില്ലേ, അത് തന്നെ. റിസോർട്ടിലെത്തിയ ശേഷം കാര്യമായിട്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ചേർക്കാം. റിസോർട്ടിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം ബേട്ട ഭൈരവേശ്വര ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ്. 600 വർഷത്തോളം പഴക്കമുള്ളൊരു പഴയൊരു അമ്പലമായിട്ടാണത് അറിയപ്പെടുന്നത്. നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഉദ്ദേശം ഇങ്ങോട്ടുള്ള റോഡ് വളരെ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ അങ്ങോട്ടൊരു റൈഡും ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വീഡിയോയിൽ എത്രമാത്രം ഇതിലെ കയറ്റം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങോട്ടുള്ള കയറ്റങ്ങളെല്ലാം വളരെ സ്റ്റീപ്പായിട്ടുള്ളതായിരുന്നു. ഒത്തിരി കയറ്റങ്ങളുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള വഴി. ഇപ്പോൾ അവസാനത്തുള്ള കയറ്റം മാത്രമാണ് കാണിച്ചത്. നമ്മളിപ്പോൾ അമ്പലം ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ യാത്രയിൽ പ്രകൃതി ആസ്വദിച്ച് കാഴ്ചകളെല്ലാം കണ്ടു പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അല്ലാതെ സ്പോട്ടിൽ അങ്ങനെ അധികം കാണാനില്ല. നമുക്ക് യൂട്യൂബിൽ നിന്നൊരു ഡ്രോൺ ഷോട്ട് ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് തിരിച്ചു വരാം. ബേട്ട ഭൈരവേശ്വര കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയ്ക്ക് നല്ലൊരു സ്പോട്ട് കണ്ട് എല്ലാവരും നിർത്തി കുറച്ചൊരു ഫോട്ടോസ് എടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിർത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഏകദേശം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയിലാണ്. നാളെ നമ്മൾ ദേവരമനെ, അതിനടുത്തുള്ള കുറച്ച് സ്പോട്ടുകൾ, പിന്നെ പട്ലാബേട്ട, ബിസ്ലെ ഫോറസ്റ്റ് വഴിയുള്ള റൈഡ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് അടുത്തൊരു എപ്പിസോഡായിട്ടിടാം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Está